നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പ്രൊജക്ട് ക്യാമ്പസിൽ ഉച്ചതിരിഞ്ഞ് 3-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും. 2018-19 വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങൾ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. തുടർന്ന് റെഗുലേറ്റർ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം മന്ത്രി എം.ബി. രാജേഷിന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 33.40 കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം, അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും ഷീറ്റ് പൈൽ കട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക, സോളിഡ് ഏപ്രോൺ, ബ്ലോക്ക് ഏപ്രോൺ, ലൂസ് ഏപ്രോൺ നിർമ്മാണം, കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃത്താലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ 1998 നിർമ്മാണം ആരംഭിച്ച് 2007 കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 27 ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി 4.50 മീറ്റർ ഉയരത്തിൽ വരെ ജലം സംഭരിക്കാം. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. നയിക്കുന്ന വികസന സന്ദേശ ജാഥ വെള്ളിയാഴ്ച ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് ജാഥ നടത്തുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥ നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയുമാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തിൽ 3 മേഖലാ ജാഥ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ വടക്കൻ മേഖല ജാഥ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M.V. ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിലെത്തും. ജാഥയുടെ മാനേജർ യുവ MP ആയിട്ടുള്ള സന്തോഷ് കുമാറാണ്. അതുപോലെ തന്നെ NCP-യുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു ജാഥയിലുണ്ട്. കാസിം വിരിക്കൂർ INL നേതാവ് ഉണ്ട്. പിന്നെ ഇവരെല്ലാം അടങ്ങുന്ന ജാഥയാണ് 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിൽ എത്തുന്നത്. ആ ജാഥ കേരളത്തിലെ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ നവകേരളം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജനങ്ങളിൽ നിന്ന് ആരായുന്നതിനും ഒക്കെയുള്ള വിപുലമായ അർത്ഥത്തിലുള്ള ജാഥയാണ്. ഈ ജാഥ 14-ാം തീയതി മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ നിന്ന് ആനയിച്ച് ഈ നക്ഷത്ര തൊട്ട് കിഴക്കുള്ള ഗ്രൗണ്ടിലേക്കാണ്. അവിടെ വെച്ചാണ് പരിപാടി സ്വീകരണം കൊടുക്കുന്നത്. 3 മണിക്ക് തന്നെ ഈ സ്ഥലത്ത് നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. 4 മണിക്കാണ് ജാഥ എങ്കിലും 3 മണിക്ക് അവിടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. നാളെ വൈകുന്നേരം 5-ന് മുളയങ്കാവിൽ നിന്നും ജാഥ ആരംഭിക്കും. മന്ത്രി GR അനിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി സുമലത ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. 7-ന് ആമയൂരിൽ നിന്നും ആരംഭിച്ച ജാഥ കുപ്പൂത്ത് സമാപിക്കും. 8-ന് വെല്ലപ്പുഴ ചെങ്കൽപ്പാവിൽ നിന്നും ആരംഭിച്ച് മുതുതലയിൽ ജാഥ സമാപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സർക്കാരിനെ ആക്ഷേപങ്ങൾ പറഞ്ഞ്, അഴിമതി പറഞ്ഞ് തോൽപ്പിക്കാനാവാത്ത പ്രതിപക്ഷം വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പല പുരോഹിതന്മാരും കരുതുന്നത് മതേതരത്വം എന്നത് ഒരാശയമാണെന്നാണ്. എന്നാൽ മതേതരത്വം എന്നത് നമ്മുടെ ജീവിതമാണ്. എൻ്റെ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററായിരുന്നു. എൻ്റെ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറാണ്. അത് തിരിച്ചും അങ്ങനെയാണ്. ഈ നഗരങ്ങളും ഈ പാതകളും ഈ പൊതുസ്ഥാപനങ്ങളുമൊക്കെ എല്ലാ പുരോഹിതരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കേരളത്തെ മതവർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. മുസ്ലിം ലീഗാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ
സാമുദായിക വിഭജനം നടത്തുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. ഫെബ്രുവരി 14 വൈകുന്നേരം 4 മണിക്കാണ് MP ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ പട്ടാമ്പിയിൽ എത്തുന്നതെന്നും ഇവർ പറഞ്ഞു. ഈ വികസനം തുടരണം, അതൊക്കെ അപ്രായോഗികമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മുടെ അധികാരം ഏറ്റെടുക്കുകയും കേരളം പുറകോട്ട് പോവുകയാണ്. ഇതാ ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിലേറെ വേണം ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ജനങ്ങളെ അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇല്ലാതെ ജനങ്ങൾക്ക് വല്ല പറയേണ്ടത് കേട്ടുകൊണ്ട് ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ തിരിറങ്ങി കുടുംബയോഗങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഗോവിന്ദ മാഷ ജാഗ്രഭാഗമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകളോട് ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, 2030 കേരളം എങ്ങനെയാവണം ഒരു വിഷൻ രൂപീകരിച്ച് അതനുസരിച്ച് പ്രകടനപത്രിക ഉണ്ടാക്കി പ്രകടനപത്രിക അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാലോ. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, KP അബ്ദുറഹ്മാൻ, പരമേശ്വരൻ, TK നാരായണദാസ്, അഷ്റഫ് അലി വെല്ലപ്പുഴ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് കപ്പൂർ പള്ളങ്ങാട്ടുചിറ കുളത്തിന് പൊതുജീവൻ. നവീകരിച്ച് മനോഹരമാക്കിയ കുളത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. MLA ഫണ്ടിൽ നിന്നുള്ള 84 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ജലദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു പള്ളങ്ങാട്ടുചിറ കുളം നവീകരണം. പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രി MP രാജേഷിന്റെ തുടർച്ചയായ ഇടപെടലുകളിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. പാർശ്വഭിത്തി നിർമ്മാണം, കട്ടവിരിക്കൽ, ചെളിയും മണ്ണും നീക്കം ചെയ്ത് കുളത്തിന്റെ ആഴം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. പള്ളങ്ങാട്ടുചിറ കുളമാണ്. അപ്പൊ ഇത് ഒരുപാട് കാലമായിട്ട് ആകെ ഈ പൊന്തിയും കാടും ഇതൊക്കെ കെട്ടിയിട്ട് വളരെ ഒരു ഇതായിട്ട് ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ MP രാജേഷ് അവരുടെ സമീപിച്ച് അവരടുത്ത് ഇങ്ങനെ ഒരു പദ്ധതിയിലത് ഭാഗം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇതായിട്ടൊരു പദ്ധതി ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞു, വർക്കുകളൊക്കെ കഴിഞ്ഞു. കുളത്തിനു ചുറ്റുമായി ആകർഷകമായ ചുറ്റുമതിൽ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. കട്ടവിരിച്ച നടപ്പാതയും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി 2 ഭാഗങ്ങളിലായി കൽപ്പടവുകളും സമീപത്ത് ഇരിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കുളത്തിന് സമീപത്തുകൂടെ 4.5 മീറ്റർ വീതിയിലും 83 മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് റോഡ് നിർമ്മാണവും പൂർത്തിയായി. ഇതോടെ പ്രദേശത്തെ കാർഷിക ജലസേചനത്തിനും നിരവധി കുടുംബങ്ങൾക്കുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കും പരിസരത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നീന്തൽ പരിശീലനത്തിനും പള്ളങ്ങാട്ടുചിറ കുളത്തെ ഇനി ഫലപ്രദമായി ഉപയോഗിക്കാനാകും. ഗുണം തന്നെയാണ്. ആൾക്കാര് ഇതേവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആകെ കുണ്ടും മടക്കേട്ട് കിടന്നാണ് കൊള്ളാണ്. ആർക്കും ഒരു അപകടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പട്ടാമ്പിയിൽ ഒരുക്കം. ഈ മാസം 7, 8 തീയതികളിലായാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യവുമായി 6 പതിറ്റാണ്ട് പിന്നിടുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിനാണ് 10 വർഷങ്ങൾക്ക് ശേഷം പട്ടാമ്പി വേദിയാകുന്നത്. ഫെബ്രുവരി 7, 8 തീയതികളിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് ജില്ലാ സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7-ന് രാവിലെ 10-ന് പരിഷത്തിന്റെ ഗാനങ്ങളുടെ അവതരണത്തോടുകൂടി സമ്മേളനം ആരംഭിക്കും. മുഹമ്മദ് മോസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിർമ്മിത ബുദ്ധി, നൈതികത, രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടക്കുന്ന ക്ലാസിന് ഡോക്ടർ ലിജീഷ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ വൈജ്ഞാനിക വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സ്വാധീനമാണ് പരിഷത്തിലെത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ ശാസ്ത്ര പ്രചരണം എന്നൊരു പ്രധാന ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സംഘടനയാണ് പരിഷത്ത്. അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഇന്ന് ഏറെ വർദ്ധിച്ച കാലം. കാരണം വളരെ പ്രാകൃതമായ അന്ധവിശ്വാസം, അടിയന്തരാവസ്ഥ, നമ്മള് നവോത്ഥാന കാലത്ത് അട്ടിപ്പുറത്താക്കിയ എല്ലാ ദുർഭൂതങ്ങളും വീണ്ടും തിരിച്ചു വിളിക്കപ്പെടുകയും കീട്ടകങ്ങളിൽ കുടിയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാം കാണുന്ന കേരളത്തിനപ്പുറം ഒരു കേരളമുണ്ട്. പ്രത്യക്ഷത്തിനപ്പുറമുള്ള ആ കേരളം തീർച്ചയായിട്ടും നവോത്ഥാനത്തിന്റെയും ജനാധിപത്യ മുന്നേറ്റത്തിന്റെയും ഒക്കെ പാരമ്പര്യമുള്ള കേരളത്തിനൊട്ടും അഭിലഷണീയാണ്. ശാസ്ത്രം എന്ന യുക്തിയാണ്. യുക്തിപൂർവം കാര്യങ്ങളെ കാണുക, യുക്തിപൂർവം വിലയിരുത്തുക, കാര്യങ്ങൾ നിരീക്ഷിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുക, ഇതാണ് ശാസ്ത്രം. ആ ശാസ്ത്രം പ്രചരിക്കേണ്ടതും ഒരു ശാസ്ത്രീയമായ ജീവിത രീതി അവലംബിക്കേണ്ടതും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശാസ്ത്ര പ്രചരണം നടത്തുന്ന സംഘടന, ജനകീയ ശാസ്ത്ര പ്രചരണ നിലയിൽ പരിഷത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ
ഏറ്റവും കൂടുതൽ ഇടപെട്ടുള്ള ഒരു അനൗദ്യോഗിക സംഘടന, അനൗദ്യോഗിക പ്രസ്ഥാനമാണ്. ജില്ലയിൽ 11 മേഖലകളിൽ നിന്നുമായി 200 പ്രതിനിധികൾ പങ്കെടുക്കും. 7-ന് വൈകുന്നേരം ഗ്രാമശാസ്ത്ര ജാഥയും നടത്തും. 8-ന് വൈകുന്നേരം സമ്മേളനം സമാപിക്കും. നിരവധി പ്രവർത്തനങ്ങൾ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുവെന്നും ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KS നാരായണൻകുട്ടി, TK നാരായണദാസ്, PT രാമചന്ദ്രൻ, VM രാജീവ്, EP ശശി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. AI-യുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ നവ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് അതിന്റെ നൈതികതയും രാഷ്ട്രീയമായും എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് ലജീഷ് എന്ന് പറഞ്ഞ കാലിക്കറ്റ് സർവകലാശാലയത്തെ വൈസ് ചാൻസലറാണ്. ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യം വൈകാരികത മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണെന്ന് ഇന്ത്യയിലായാലും ശരി, സവിശേഷമായി കേരളത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് കേരളത്തിലെ വികസനവും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും തൊഴിലില്ലായ്മയൊക്കെ ആയിരുന്നു എങ്കിൽ തൊഴിൽ എങ്ങനെയാണ് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു കേരളത്തെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ കേവലം വിശ്വാസത്തിന്റെയും കേവലമായ വൈകാരിക പ്രകടനങ്ങളുടെയും ഒരു കൂമ്പാരമായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരള സമൂഹത്തിൽ ശാസ്ത്രത്തിന്റെ അംശം ചോർന്നു പോകുന്ന സ്ഥിതിയാണ്. നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തികളിൽ പോലും ഇത് ചോർന്നു പോകുന്ന ഒരു വലിയ അവസ്ഥയാണ് കാണുന്നത്. ആധുനിക വിഷയങ്ങളെയും സമകാലീന ചരിത്രങ്ങളെയും സംഭവങ്ങളെയും കോർത്തിണക്കി സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ 1000 സംസ്കൃത സുഭാഷിതങ്ങളുടെ ബൃഹത് ഗ്രന്ഥം മാതൃവിദ്യാലയത്തിന് സമർപ്പിച്ചു. സംസ്കൃത ഭാഷയിൽ ബാലപാഠം അഭ്യസിച്ച പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബാലസുഭാഷിത സാഹസ്രി എന്ന ഗ്രന്ഥത്തിന്റെ സമർപ്പണവും ആസ്വാദനവും നടന്നത്. തൃശൂർ ഗവൺമെന്റ് IASCയിൽ നിന്നും സംസ്കൃത മേധാവിയായി വിരമിച്ച ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ സംസ്കൃതത്തിൽ ഹരിശ്രീ കുറിച്ചു നൽകിയ മുൻ അധ്യാപിക സാവിത്രി ടീച്ചർക്കും സംസ്കൃതം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്കുമായാണ് ഗ്രന്ഥം സമർപ്പിച്ചത്. ഭാഷ പ്രചാരണത്തിനായി നിരവധി ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 7 വർഷത്തെ കഠിന ശ്രമത്തിലൂടെയാണ് ആധുനിക സുഭാഷിത ഗ്രന്ഥം രചിച്ചത്. ഇത് സംസ്കൃത ഭാഷയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് പെരിങ്ങോട് ഹൈസ്കൂളിൽ ഗ്രന്ഥത്തെ അധികരിച്ച് നടന്ന ചർച്ചയിൽ സംസ്കൃത പണ്ഡിതനും മുൻ ഡയറ്റ് ലെക്ചററുമായ V. വിജയൻ പറഞ്ഞു. പെരിങ്ങോട് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക V. ശ്രീകല അധ്യക്ഷയായി. സ്കൂളിന് അപൂർവമായി ലഭിച്ച സംഭാവനയാണ് ബാലസുഭാഷിത സാഹസ്രി എന്ന ഗ്രന്ഥമെന്ന് പ്രധാന അധ്യാപിക V. ശ്രീകല പറഞ്ഞു. സ്കൂൾ മാനേജർ പൂമുള്ളിമന വാസുദേവൻ നമ്പൂതിരിപ്പാട്, സംസ്കൃത പണ്ഡിതൻ പാഴൂർ ദാമോദരൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സജിത, PTA പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ ഡോക്ടർ K. ജയരാജ്, മുൻ അധ്യാപകൻ N. ചന്ദ്രശേഖരൻ, M. മണികണ്ഠൻ, E. അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പിന് നാളെ തുടക്കമാകും. രാവിലെ 9:30 മീനാക്ഷി ബോധോദി കവിതാ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. 6 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പിനാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത്. കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയാണ് ഈ വർഷത്തെ കാർണിവൽ നടത്തുന്നത്. 6 വേദികളിലായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 200ഓളം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കും. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാകും. കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊറഗ സമൂഹത്തിൽ നിന്നുള്ള പെൺകവി മീനാക്ഷി ബോധാദി കൊറോങ്ക ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചുകൊണ്ടാണ് കവിതയുടെ കാർണിവൽ 9ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. മണിപ്പൂരി കവി റോബിൻ ഗ്യാങ്കോവ് വിശിഷ്ടാതിഥിയാകും. ആട്ടൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ സച്ചിദാനന്ദൻ നിർവഹിക്കും. കുരിപ്പുഴ ശ്രീകുമാറിന് ആദരവും നൽകും. തുടർന്ന് വിവിധ വേദികളിലായി അന്താരാഷ്ട്ര സെമിനാർ, പ്രഭാഷണം, കവിതാവതരണം, പ്രാദേശിക കവിസംഗമം, വിവർത്തന ശില്പശാല, കലാപരിപാടികൾ ഉൾപ്പെടെയുള്ളവയും നടക്കും. 8-ന് കാർണിവൽ സമാപിക്കും. കറുകപുത്തൂർ ഓടംപുള്ളി ജാറം നേർച്ച വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കാലത്ത് ജാറത്തിൽ മൗലീദ് പാരായണം, ഖത്തം ദുവ, കൂട്ടപ്രാർത്ഥന, അന്നദാനം എന്നിവയുണ്ടായി. 22 ഉപകമ്മിറ്റികളിൽ നിന്നായി 28-ൽ പരം ആനകളും കാഴ്ചകളും പള്ളിയങ്കണത്തിൽ ജാറത്തിന് സമീപം അണിനിരന്നു. ഓടംപുള്ളി തറവാട്ടിൽ നിന്ന് കൊടിവാങ്ങൽ നടന്നു. വൈകിട്ട് 6-ന് പള്ളിജാറത്തിൽ മുഖ്യ ചടങ്ങായ കൊടിയേറ്റത്തിന് ജാറം കമ്മിറ്റി അംഗങ്ങൾ മുഖ്യ കാർമ്മികത്വമേകി. വിവിധ കമ്മിറ്റികളിൽ നിന്നായി ബാൻഡ് വാദ്യ സംഘങ്ങൾ, മുട്ടുംവിളി സംഘം, ചെണ്ടമേളം, ശിങ്കാരിമേളം, വിവിധ നാടൻ കലകൾ, കോൽക്കളി, ദഫ്മുട്ട് തുടങ്ങിയ ആകർഷകമായ കലാരൂപങ്ങൾ നേർച്ചയ്ക്ക് വർണ്ണപ്പൊലിമയേകി. രാത്രി 12 മുതൽ പള്ളിയിലേക്ക് നാട്ടുകാഴ്ചകളുടെ വരവുണ്ടായി.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.